ശിവപ്രസാദിനി. Start vlogging. I don't know if it have storage. Hello guys, stay hydrated. 2026 ആദ്യത്തെ വ്ളോഗാണിത്. ഇപ്പോൾ ഞങ്ങൾ അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക്. ഇപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് സിവയുണ്ട് എൻ്റെ കൂടെ. സിവി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ എനിക്ക് അടി കിട്ടി, ഇടി കിട്ടി, ഞാൻ ഒരു വിധത്തിലായേനെ. പക്ഷേ എനിക്ക് അടി കിട്ടിയില്ല. കാരണം എന്താ, സിവ ഉണ്ടായിരുന്നു. എനിക്ക് തമിഴ് അറിയില്ല. പക്ഷേ ഇനിയും തമിഴ് പഠിച്ചില്ലെങ്കിൽ ഞാൻ പെട്ടുട്ടോ. ശരിക്കും പറയുക, തമിഴ് ഇനിയും പഠിച്ചില്ലെങ്കിൽ തീർന്നു. എന്നെ ആരെങ്കിലും ഇടിച്ചു കൊല്ലും, അടിച്ചു കൊല്ലും, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇതെന്തത്? ഓക്കെ, കൊള്ളാല്ലേ? ശരിക്കും എന്താ നടന്നെന്ന് ഞാൻ വിവരിച്ചു തരാം. ആക്ച്വലി എനിക്ക് അസൈൻമെൻറ്റ് വർക്കുണ്ട്. അപ്പം എൻ്റെ അസൈൻമെൻറ്റ് വർക്കിൻ്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഗാർബേജ് ഇഷ്യൂസിനെ പറ്റി റിപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ ഫോണിലെ ക്യാമറയൊക്കെ ഓണാക്കി ആളുകൾ ഗാർബേജ് കളക്ട് ചെയ്യുന്നൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ വന്നങ്ങ് ചൂടായി, ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പണി എന്തൊക്കെയോ തമിഴ് പറഞ്ഞു. എനിക്കാണൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ശിവ വന്ന് അപ്പം ഞാൻ തിരിച്ചെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് പറഞ്ഞു വന്നിട്ട് ഫ്ലോ പോയി. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ദിസ് ഈസ് ഫോർ മൈ അസൈൻമെൻറ്റ്. പക്ഷെ പുള്ളി കേട്ടത് അസിംഗമായി സംതിങ് അങ്ങനെ എന്തോ ആണ്. പുള്ളി വിചാരിച്ചു ഞാൻ പുള്ളിനെ കുറ്റം പറയാമെന്ന്. അപ്പോഴേക്കും തുടങ്ങിയില്ലേ, അപ്പോഴേക്കും വേറൊരു വർക്കറും കൂടി വന്നു. രണ്ടുപേരും കൂടി അപ്പോഴും ഞാൻ ടെൻഷൻ അടിച്ച് ഞാനാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവർ മര്യാദയ്ക്ക് ക്ലീനൊന്നും ചെയ്യാത്തതുകൊണ്ടല്ലേ ഇവിടേക്ക് ഇത്രയും ഗാർബേജ് ഇഷ്യൂ. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എങ്കിലും സ്റ്റിൽ അപ്പോഴേക്കും മൊത്തം അടിയായി. എനിക്ക് തല്ല് കിട്ടിയില്ല, കാരണം സിവ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തല്ല് കിട്ടാതെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇനി തൊട്ട് എൻ്റെ കൂടെ വരാൻ സിവയ്ക്ക് ഇത്തിരി പേടിയാണ്. കാരണം എപ്പോഴാണ് തല്ലുള്ളതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോഴാണ് മനസ്സിലായത് ജേർണലിസം വിചാരിക്കുന്ന പോലെ വളരെ സിമ്പിളൊന്നുമല്ല. ആക്ച്വലി വളരെ ടഫാണ്. ഹായ് ഗൈസ്, സോ ഐ ഡോണ്ട് റിസർവ് പ്ലാൻസ്. ഇതെന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? ഇന്നത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമ്മൾ എവിടെയെങ്കിലും പോയി വീഡിയോസൊക്കെ എടുക്കുന്നതിന് മുമ്പ് ആളുകളുടെ പെർമിഷൻ മേടിക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കണം നമ്മൾ വീഡിയോ എടുക്കുകയാണ്, സോ ആളുകളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം. വെറുതെ ആളുകളെ എനിക്കറിയാം ഞാൻ ആളുകളെ എങ്ങനെ എപ്പോഴും പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ ഈ റോഡ് സൈഡിലൊക്കെ ഗാർബേജൊക്കെ അങ്ങനെ കണ്ടപ്പോൾ എൻ്റെ ഇഷ്യൂ അതായതുകൊണ്ട് ഞാൻ വെറുതെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അത് ഇത്രയും വലിയ പ്രശ്നമൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഈ പൂ കൊള്ളാം, ഈ സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു. ഇനിയും ഞാനിവിടെ തിരിച്ച് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതായിരിക്കും. എന്തേ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. You are not, she always comes here, right? 45 times. 45 times. Too fast, it drowns the truth with things that are not real, and I really lost. Where are you lost? Love that lasts. In the past I messed up, gave too much. What are you trying to do? Are you trying to meditate here? Yeah. Why? Mana Samadhanam. Oh, she's speaking Malayalam. She just spoke Malayalam. Mana Samadhanam is in Tamil also, I think. Oh shit, yeah, obviously. Is it in, I don't know. I just don't know Tamil, but I think I might need to learn Tamil. Otherwise, I'm gonna get beaten up. തമിഴ് ഇനിയും പഠിച്ചില്ലെങ്കിൽ എപ്പോഴാണ് തല്ലുള്ളൂ എന്ന് അറിയാനേ പാടില്ല. എനിക്ക് ആകപ്പാടെ വൃത്തിക്കറിയാവുന്ന ഒരു ഭാഷ മലയാളമാണ്. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിക്കുകയാണ് ആക്ച്വലി. പിന്നെ ക്ലാസ്സിലൊക്കെ എപ്പോഴും ഇംഗ്ലീഷ് ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിക്കുകയാണ് ഇംഗ്ലീഷ്. പക്ഷെ എൻ്റെ ഇംഗ്ലീഷും കൊണ്ട് ഇവർക്കൊന്നും മനസ്സിലാവുന്നുമില്ല. വെറുതെ ഒരു വീഡിയോ ഇപ്പോൾ എടുത്താണ്. കാരണം ഇന്നത്തെ ഒരു അനുഭവം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും ഗാർബേജിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുന്നു. അതുകൊണ്ട് പിന്നെ എൻ്റെ വീഡിയോ എടുത്തുകൂടെ എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ച ഒരു വ്ളോഗ് ഉണ്ടാക്കിയില്ല.